ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാം പാർട്ടാണ് ഈ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തിനാ അത്രത്തോനെ പൈപ്പ് അടിക്കേണ്ട ആവശ്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പുതിയ തരം ഒരു ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈപ്പ് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാമ്പ് ഉപയോഗിക്കായിരിക്കും നല്ലത്. അത് നിങ്ങളെ നാട്ടിൽ ബെൽഡ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ ബെൽഡ് ചെയ്തിട്ട് 4 ആങ്കർ ബോൾട്ട് ചെയ്തിരുന്നു. ഒരു സൈഡിൽ 2 വെച്ചിട്ട് 4 ആങ്കർ ബോൾട്ട് ചെയ്തിരുന്നു കേട്ടോ. അതിലിപ്പോൾ നമ്മൾ പ്രൈമറും പെയിൻറ്റും അടിച്ചിട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ തരിപ്പ് കണ്ടോ, ഈ തറ എല്ലാ വീടുകളിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ഇറക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് 45 ഒക്കെ ഇട്ട് ഫിറ്റിങ്സ് ഒരുപാട് ഇതിനൊക്കെ ഫിറ്റിങ്സ് വരണം. ഓരോന്നിനും ഈ 2 ഫിറ്റിങ്സ് വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഫിറ്റിങ്സ് ആയി. അപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടും. വെള്ളത്തിന് ബ്ലോക്കോ കാര്യങ്ങളോ വരില്ല. നേരിട്ട് തന്നെ നമുക്ക് വെള്ളം ഫ്ലോ കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ സെപ്പറേറ്റ് ഈ 4-5 പൈപ്പിൽ ബ്ലോക്കും കാര്യങ്ങളും വരില്ല. അതൊക്കെ ഒന്നുകൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ സൈഡത്തൊരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഫിറ്റിങ്സ് ഇങ്ങനെ ഉപയോഗിച്ച് കണ്ടോ, ഇതിലിപ്പോൾ 45 കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇത് കുറ്റമായിട്ട് പറയല്ല. നമുക്കത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ഇതിപ്പോൾ ഒരു ഒരു 1.5 കൊല്ലത്തിൻ്റെ അടുത്തായി നമ്മൾ ഈ ക്ലാമ്പ് വെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി വരുന്ന സൈറ്റിലും നമ്മൾ ഈ ക്ലാമ്പ് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു വൃത്തി എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അന്നേ ഒരു 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്ര അകലം അടുപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. എനിക്കിത് അടുപ്പിച്ച് കൊടുത്തതായിട്ട് ഫീലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്ലാമ്പ് വെക്കുമ്പോൾ മിനിമം അടുപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം വെയിലടിക്കുന്ന ഏരിയയൊക്കെ ആണെങ്കിൽ പൈപ്പ് ചിലപ്പോൾ ഇത് വളയും. കാരണം ചുമരിൽ ചേർന്ന് നിൽക്കുന്ന പോലെയല്ല, അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വളയുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൈപ്പ് കുറേ കഴിയുമ്പോൾ അങ്ങനെ ബെൻഡായി നിൽക്കും. അപ്പോൾ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുക. അതാകുമ്പോൾ വളക്കം വരില്ല, ഇവിടെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. ഇത് ഏകദേശം 20 ഇഞ്ചോളം നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ വേറെ ഈ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഒരു ഗുണം കൂടി ഉണ്ട്. നമുക്ക് ഈ ചുമരിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ചുമരിൽ ചേർത്ത് അടിക്കുമ്പോൾ ഈ ഇത് ഫുള്ളായിട്ട് വന്നിട്ട് ഈ വെള്ളമൊക്കെ തട്ടിയിട്ട് ചിലപ്പോൾ ചുമരിലേക്ക് ലീക്കേജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്നും ഭാവിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ വേറൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് മെയിൻ്റനൻസിന് എളുപ്പമാണ്. കാരണം എന്തെങ്കിലും ചെയ്യണമെങ്കിലോ പൊട്ടിയാണെങ്കിൽ നമുക്ക് സ്ക്രൂ അയച്ചിട്ട് നേരെ കപ്ലിങ് കയറ്റാനൊക്കെ ഈസിയാണ്. വാളും മാറ്റണമെങ്കിൽ ഈസിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ്റനൻസിനും അതേപോലെ ബ്ലോക്കും കാര്യങ്ങളും വരില്ല. വെള്ളത്തിന് നല്ല രീതിയിൽ ഫ്ലോ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാമ്പ് കൊണ്ട് ഉപയോഗപ്പെടുത്താം കേട്ടോ. അതേമാത്രമല്ല നമ്മൾ ഈ പ്ലംബിങ്ങിൻ്റെ ലൈനുകൾ കംപ്ലീറ്റ് ഏതിനൊക്കെയാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ലൈനാണ് എന്തിനൊക്കെയാണ് നമ്മൾ ഈ വീട്ടിൽ അടിച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലാണ് മൊത്തം 3 ബാത്റൂം വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചായി നമ്മളിവിടെ പ്ലംബ് ചെയ്ത് പോയിട്ട് മഴവെള്ളത്തിൻ്റെ പൈപ്പ് അടിക്കാനാണ് നമ്മളിവിടെ വന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആ സൈഡ് കൂടിയൊക്കെ വള്ളിയും കാര്യങ്ങളൊക്കെ കയറി പോയിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കൺസീൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് കൺസീൽഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പൈപ്പ് കാണണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ ആ മോൾ ഭാഗത്തും താഴ്ഭാഗത്തൊക്കെ കുറച്ച് കൺസീൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴവെള്ളത്തിൻ്റെ പൈപ്പ് അടിക്കാണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ അടിച്ചിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ബാക്ക് സൈഡൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മൊത്തം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് PVCയുടെ പ്രൊജക്ടർ ക്ലാമ്പാണ്. ഞാനെന്താ വെച്ചാൽ ഒരുപാട് ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നേരത്തെ പറഞ്ഞ പോലെ ബെൽഡിങ്ങിൻ്റെ ക്ലാമ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്താലൊന്നും ഭംഗി ഉണ്ടാവുള്ളൂ. ചെറിയ സ്ഥലത്തൊക്കെ കൊടുക്കുമ്പോൾ അത് കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്നിടത്തൊക്കെ നമുക്ക് പ്രൊജക്ടർ ക്ലാമ്പോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയ വേറെ സൈസുള്ള ക്ലാമ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എനിക്കൊരു ഡൗട്ടുള്ളത് ഇതിൻ്റെ SS-ൻ്റെ ക്ലാമ്പ് വരുന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ താഴ്ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ടാങ്ക് ലൈൻ അടിക്കാൻ ഉദ്ദേശിച്ചത് ആദ്യം നമ്മൾ ഈ സൈഡിലായിരുന്നു കേട്ടോ. അപ്പോൾ വാട്ടർ ടാങ്ക് അതിന് മുകളിൽ വെക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഈ 4 ഇഞ്ചിൻ്റെ അതേ കൂടി അടിച്ചുകൊണ്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് പൈപ്പ് വരിക കാരണം കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയതാണ്. അത് മാത്രമല്ല ഈ കാണുന്ന പോലെ ഈ സൈഡ് കൂടി ചെറിയൊരു പോക്കറ്റ് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈപ്പുകൾ കാണണ്ടല്ലോ വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ആക്കിയത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മഴവെള്ളത്തിൻ്റെ പൈപ്പ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് സൈഡ് കൂടി നമുക്ക് കംപ്ലീറ്റ് ആക്കാണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു വെറൈറ്റി ആയിട്ട് അടിച്ചിരിക്കുന്നത്. കാരണം സൺസൈഡ് ഹോൾ അടിച്ചിട്ട് നേരെ 2 ബെൻഡ് ഇതിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മറ്റേതാകുമ്പോൾ ഒരുപാട് ബെൻഡാവും. അപ്പോൾ ഇവിടുത്തെ എഞ്ചിനീയർ പറഞ്ഞത് ഫുള്ള്, അതായത് സൺസൈഡത്തെ പൈപ്പ് അടക്കം താഴ്ഭാഗത്തേക്ക് ഇറക്കണം എന്നാണ് കറക്റ്റായിട്ട് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സൺസൈഡത്തെ പൈപ്പ് അടക്കം ഒരു തുള്ളി വെള്ളം മുകളിൽ നിന്ന് ഒട്ടിച്ചാറണ്ട വെച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ അടിക്ക് അടിച്ചിട്ട് അടിവരക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ മഴവെള്ളത്തിൻ്റെ പൈപ്പ് അടിക്കുന്ന വീഡിയോ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.